ഇന്ന് ബീഫ് മേടിച്ചിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങളിന്ന് ബീഫ് കറി വയ്ക്കാൻ പോവുകയാണ്. ഇതിൻ്റെ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് ബീഫ് കറി വയ്ക്കാൻ പോവുകയാണ്. അതിനെല്ലാം തയ്യാറാക്കി വെച്ചും കൊണ്ട് നമ്മൾ അടുപ്പ് കത്തിച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇടാനുള്ളതെന്ന് വെച്ചാൽ കരിയാപ്പല. സവാള അരിഞ്ഞത്. അടുത്ത് നമ്മൾ ഈ സവാള ഇത്തിരി വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് ചതയ്ക്കണം. ഓരോ കഴിച്ചാൽ ചെറുതായിട്ടൊന്ന് ചതച്ചതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. ഇത് മൊത്തത്തിൽ ഒന്ന് ഇളക്കണം. ഇത് മൊത്തത്തിൽ ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം എല്ലാം കൂടെ. അതുകൂടാതെ ഇനി നമുക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി ഇടണം. ഇച്ചിരി മഞ്ഞപ്പൊടി. പിന്നെ അതിലേക്ക് ഇനി ഉള്ളിയൊക്കെ ഇപ്പം എന്താ നല്ല വാടി നല്ല ഇതുപോലെ ആയി. ഇനി ഇതിലേക്ക് നമ്മൾ പിന്നെ ഇത് ബീഫ് വേവിച്ച് വെച്ചിട്ടുള്ളൂ കുക്കറിനകത്ത്. അത് എന്ന് പറയാൻ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ വേവിച്ച് മാറ്റും. അതെല്ലാം ഇച്ചിരി വേവ് കൂടുതലാണ് വീട്ടിൽ. അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ഇതിനകത്തോട്ട് ഇടാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിനി ഇതിനകത്തോട്ട് ബീഫ് വേവിച്ചത് നമ്മൾ ഇതിലോട്ട് ഇല്ലേ നമ്മളിതിലേക്ക് ഇപ്പം എല്ലാം നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട്. ബീഫ് വേവിച്ചത്, ഈ ഉള്ളിയും സവാളയും പച്ചക്കൂട്ടെല്ലാം വേവിച്ച് അതിനകത്തോട്ട് നമ്മൾ ബീഫ് വേറെ സെപ്പറേറ്റ് വേവിച്ച് ഇതിനകത്ത് തട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും കൂട്ടുകളും ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അങ്ങനെ ഇറച്ചി മസാലയുടെ ഇത് എല്ലാം നമ്മൾ ഇതിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇനി അത് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കണം. ഹലോ കൂട്ടുകാരെ, നമ്മളുടെ ബീഫ് കറി തയ്യാറായിരിക്കുന്നു. അടിപൊളി ബീഫ് കറി നമ്മുടെ കുഴമ്പ് രൂപത്തിൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നല്ല ബീഫ് കറി ഉണ്ടാ, സൂപ്പർ ബീഫ് കറി തയ്യാറായിരിക്കുന്നു. കൂട്ടുകാരെല്ലാവരും ചോറുണ്ടാവായോ? ഇത് കാണുന്ന എല്ലാവരും ചോറ് കഴിക്കാൻ വന്നു. ഓക്കെ, അടിപൊളി ബീഫ് കറി.